മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ മാത്രമല്ല കോൺഗ്രസിൽ പ്രതിസന്ധി രൂപപ്പെടുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് സണ്ണി ജോസഫിനെ മാറ്റുമ്പോൾ പകരം ആരെന്ന ചോദ്യമുയരുമ്പോൾ നിരവധി പേരാണ് അവകാശവാദവുമായി രംഗത്തുള്ളത്. കൂടാതെ സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് എളുപ്പമാകാത്തതുപോലെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതും അതുകഴിഞ്ഞു ഭാരവാഹി പുനഃസംഘടനയും കോൺഗ്രസിന് വെല്ലുവിളിയാകും. സണ്ണി ജോസഫിന് പകരം ബെന്നി ബെഹനാൻ വരുമെന്ന് ഏറെക്കുറെ ധാരണയായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം KPCC പ്രസിഡന്റിനെ നിശ്ചയിച്ചപ്പോൾ പ്രഥമ പരിഗണനയിലുണ്ടായിരുന്ന ആന്റോ ആന്റണിക്കും വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിനുമൊപ്പം ഇത്തവണ പിന്നോക്കവാദവുമായി കൊടിക്കുന്നിൽ സുരേഷ് നേരിട്ട് ഹൈക്കമാൻഡിനോട് അവകാശവാദം ഉന്നയിക്കുക കൂടി ചെയ്തതോടെ തീരുമാനമെടുക്കൽ വെല്ലുവിളിയാകും. നിലവിലുള്ള KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ചുമതലയേറ്റിട്ട് ഒരു വർഷമാകുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം മെയ് 8-നാണ് അന്നത്തെ KPCC പ്രസിഡന്റ് K സുധാകരനെ മുൻകൂട്ടി അറിയിക്കാതെ വാർത്താക്കുറിപ്പിലൂടെ സ്ഥാനത്തു നിന്ന് നീക്കിയത്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ താൽപര്യമായിരുന്നു ഇതിനു പിന്നിൽ. K സുധാകരനൊപ്പമായിരുന്ന സണ്ണി ജോസഫിനെ നിയമിക്കുന്നതിലൂടെ അദ്ദേഹത്തെ പ്രത്യക്ഷത്തിൽ തൃപ്തിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. വേണുഗോപാൽ പക്ഷത്തേക്കുള്ള സണ്ണി ജോസഫിന്റെ മാറ്റം സുധാകരൻ അറിഞ്ഞത് വളരെ വൈകിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫ് മത്സരിക്കേണ്ട എന്നായിരുന്നു ആദ്യം AICCയിൽ നിന്നുള്ള നിർദ്ദേശം. എന്നാൽ അദ്ദേഹം പിന്നീട് ഡൽഹിയിൽ പോയി ഹൈക്കമാൻഡിനെ കണ്ടു. വേണുഗോപാലിന്റെ സമ്മർദ്ദവും സ്ഥാനാർത്ഥിത്വത്തിന് കാരണമായി. UDF വന്നാൽ മന്ത്രിയാവുകയായിരുന്നു ലക്ഷ്യം. സ്ഥാനാർത്ഥിയായപ്പോൾ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനായിരുന്നു ആദ്യം ധാരണയെങ്കിലും അതിനും കൂടുതൽ പേർ വന്നതോടെ തീരുമാനം മാറ്റി. മന്ത്രിസഭയിൽ സണ്ണി ജോസഫ് ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെയാണ് ഒട്ടേറെ പേർ രംഗത്തു വന്നത്. തന്നെ അവഗണിക്കുന്നതായി പരാതിയുള്ള കൊടിക്കുന്നിൽ സുരേഷ് ഡൽഹിയിലെത്തി മല്ലികാർജുൻ ഖാർഗെയെ സന്ദർശിച്ചാണ് ആവശ്യം ഉന്നയിച്ചത്. നിലവിലുള്ള 3 വർക്കിംഗ് പ്രസിഡന്റുമാരും KC വേണുഗോപാൽ പക്ഷമാണ്. അതിൽ AP അനിൽകുമാറും PC വിഷ്ണുനാഥും മന്ത്രിസഭയിലെത്തും. 13 വൈസ് പ്രസിഡന്റുമാരുണ്ട് KPCCക്ക്. ഇത്രയും വൈസ് പ്രസിഡന്റുമാർ ചരിത്രത്തിൽ ആദ്യമാണ്. അവരിൽ VT ബൽറാം, മാത്യു കുഴൽനാടൻ, M ലിജു എന്നിവർ മന്ത്രിക്കുപ്പായമിട്ട് രംഗത്തുണ്ട്. ഇത്രയും പേർക്ക് പകരം ഭാരവാഹികളെ കണ്ടെത്തണം. 58 ജനറൽ സെക്രട്ടറിമാരുണ്ട്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഭാരവാഹികളെ വീതം വെച്ചപ്പോഴാണ് ജംബോ പട്ടികയായത്. 100-ലേറെ സെക്രട്ടറിമാരുടെ പട്ടിക തയ്യാറായെങ്കിലും പൊട്ടിത്തെറി ഭയന്ന പ്രഖ്യാപനം നീട്ടുകയായിരുന്നു. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി, കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, തിരുവനന്തപുരം DCC പ്രസിഡന്റ് N ശക്തൻ എന്നിവർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. പകരം ആളുകളെ നിശ്ചയിക്കുമ്പോൾ മറ്റു ജില്ലകളിലും മാറ്റം വേണമെന്ന ആവശ്യം ഉയരും. ഇതിലും തർക്കമുറപ്പാണ്. നിലവിൽ AI ഗ്രൂപ്പുകളെ അപ്രസക്തമാക്കി KC വേണുഗോപാൽ പക്ഷത്തിനാണ് പാർട്ടിയിൽ കൂടുതൽ നിയന്ത്രണം.